ഈ മുണ്ടക്കൈ ചൂരൽമല ആ സംഭവം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത്രയും പണിപ്പെട്ട ഒരു പൊതുപ്രവർത്തനം അവിടെ ഉണ്ടാവില്ല. ഞാനത് താങ്കളെ വളരെ അടുത്ത് നിന്ന് നോക്കിക്കാണുകയായിരുന്നു. മുണ്ടക്കൈ ഇന്നിപ്പോൾ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ തന്നെ മുണ്ടക്കൈ ചൂരൽമലയായിട്ട് ബന്ധപ്പെട്ട പ്രതിവാസത്തിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മുണ്ടക്കൈ ചൂരൽമല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ഭവന പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വീടുകളിലേക്ക് താമസം തുടങ്ങിയിട്ടില്ല. ഗുണഭോക്താക്കൾ അവരുടെ കടമെഴുതി തള്ളിയത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിലുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ലിസ്റ്റ് ഉൾപ്പെടെ അതിൻ്റെ മാനദണ്ഡം ഉൾപ്പെടെ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പരിശോധിച്ച് ഒന്ന് സ്ട്രക്ചറലാവരുത് പ്രതിവാസം, വീട് മാത്രമല്ല മറ്റുള്ള ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകൾ മുഴുവൻ പൂർത്തീകരിക്കാനുള്ള നടപടിയും സമീപനവും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവും. ഗവൺമെൻറ് തുടർച്ചയാണ്. നേരത്തെ വന്ന ഒരുപാട് ഗ്യാപ്പുണ്ട്, മിസ്സിംഗ് ഉണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള നടപടി